പിന്നെ നമസ്കാരം. എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് വന്നേക്കുന്ന ഫിഷിങ്ങിനാണ്. പെട്ടൊക്കെ പോകുന്നുണ്ട്. സീസൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മീനൊന്നും വന്നില്ല, തണുപ്പാണ്. മീനൊന്നും അടുത്ത് വന്ന് തുടങ്ങിയിട്ടില്ല. എന്തായാലും ഈ സീസണിലെ ഫസ്റ്റ്, അതായത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഫിഷിങ്ങാണ്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്താണെന്നുള്ളതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. അവിടെ കണ്ടോ അരയന്നങ്ങൾ ഇങ്ങനെ കറങ്ങി നടക്കുന്നതാണ്. ഒരു 7-8 ഉണ്ട്. കുറച്ചുകൂടി അടുത്ത് വരുമ്പോഴത്തേനും കുറച്ചുകൂടി കാണിക്കാം നല്ല വ്യക്തമായിട്ട്. പിന്നെ കുറേ താറാവാണുള്ളത്. ആ ചെറിയ ഈ മരങ്ങൾ പോലെ കാണുന്നുണ്ടല്ലോ, അതെല്ലാം ചെറിയ ചെറിയ ഐലൻഡുകളാണ്. ബോട്ട് ഇറക്കാനായിട്ടുള്ള ഇതായിട്ടില്ല, പക്ഷേ ആൾക്കാരൊക്കെ ഇറക്കുന്നുണ്ട്. പക്ഷെ പിടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. പിടിച്ചു കഴിഞ്ഞാൽ നന്നേ ഫൈനാണ്. നമ്മൾ ചൂണ്ടിടാൻ വേണ്ടി ഈ ഭാഗത്തെല്ലാം ബോട്ടും കൊണ്ട് ചെറിയ മറ്റേ താറാവ് പോകുന്നുണ്ട്. താറാവ് ഇഷ്ടം പോലെ ഉണ്ട്. തവളയും. ഈ പുള്ളിക്കാരൻ നൈസായിട്ട് പോവുകയാണ് ചൂണ്ടിടാൻ വേണ്ടിയിട്ട്. ഇതുണ്ട്, ഇലക്ട്രിക് മോട്ടറാണ് സംഗതി, ബാറ്ററി ആയിരിക്കുന്നത്. ആ സൈഡിൽ കാണുന്നത്. അപ്പോൾ ഇവിടെ ഒരു പുള്ളിക്കാരനെ ചൂണ്ടിയിടുന്നത്. ഞാൻ അവിടെ പോയിട്ട് കാസ്റ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട്. തണുപ്പാണ്. തണുപ്പായതുകൊണ്ട് മീനൊക്കെ വെയിലുണ്ടെങ്കിൽ മാത്രമേ അവർ ആക്റ്റീവായിട്ട് കുറച്ചുകൂടി നിൽക്കത്തുള്ളൂ, ഇങ്ങോട്ട് കേട്ട് ഇറങ്ങത്തുള്ളൂ. എന്താ വാദ മെൻഷൻ അതാ сейчас ഉള്ളിൽ അവിടേക്കായിട്ടാണ് കാസ്റ്റ് ചെയ്യുന്നത്. നോക്കട്ടെ എന്തായാലും. Нет там никого. നമുക്ക് വരേനെ കുറക്കാം. നല്ല സൈസ് വരെയാണ് ഇവിടുത്തെ. കാസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്താ അവസ്ഥ. അടിച്ചിട്ടുണ്ട്. കാണാമെന്ന് അറിയത്തില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനമാണ്. ഇത് ചെറുതായിരിക്കും. കുഴപ്പമില്ലാത്ത ഒരെണ്ണം. വലിയ പ്രശ്നമില്ലാത്ത ഒരെണ്ണം അടിച്ചേക്കുന്നത്. നമ്മുടെ മീൻ ചാകാതിരിക്കാൻ വേണ്ടി ഇങ്ങനത്തെ ഈ വല ഉണ്ടോ, ഈ കൂടിനകത്തിട്ട് വന്ന് വെള്ളത്തിലോട്ട് ഇറക്കി വെച്ചേക്കും. നമുക്ക് ജീവനോടെ മീൻ അവിടെ തന്നെ കാണും. അതിലൂടെ കെട്ടി വെക്കണം. അത് സെറ്റാക്കി ഇനി അടുത്ത കാസ്റ്റ് ചെയ്യാം.
ഇവിടെ ഈ മരം നിൽക്കുന്ന കാരണം ഫുള്ള് സീനാണ്. എന്നാലും കുഴപ്പമില്ല. അടുത്ത മീൻ അടിച്ചിട്ടുണ്ട്. ഇവിടെ ക്യാമറ വെക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പ് ഇല്ല. ഇതിൻ്റെ കുഴപ്പം ഇത് ചെറുതാ, അത് വലിയ കുഴപ്പമില്ല. തുറന്നു നമ്മുടെ നാട്ടിലെ നമ്മുടെ ഇതുണ്ടല്ലോ, പരളിൻ്റെയൊക്കെ കൂട്ടുപോലിരിക്കുന്ന ഈ മീനാണ് കണ്ടോ, ചിബാക്ക് എന്നതിൻ്റെ പേര്. ശേഷം നൈസായിട്ട് ചായയും കുടിക്കാം. രാവിലെ ഒന്നും കഴിച്ചും ചായ കുടിച്ചൊന്നുമില്ല, നേരെ എഴുന്നേറ്റ് ഇങ്ങോട്ട് വരുവായത്. ഇവിടെ നിന്ന് ചായ കുടിക്കുന്നൊരു പ്രത്യേക വൈബല്ലേ. ഇപ്പോൾ ഫിഷിംഗ് വീഡിയോസൊക്കെ വരും. ഇതൊക്കെ ചെറിയ പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്, കുഴപ്പമില്ല. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. അടുത്ത കാസ്റ്റ് ചെയ്യട്ടെ. അടുത്ത പറഞ്ഞോട് അടിച്ചിട്ടുണ്ട്. ചെറുതാ, കുഴപ്പമില്ല. പൂച്ചയ്ക്ക് കൊടുക്കാം. അടിച്ചിട്ടുണ്ട്. അത്യാവശ്യം കളിക്കുന്നൊരു സാധനമാണല്ലോ. വലുതാണോന്ന് അറിയത്തില്ല, നോക്കട്ടെ. നല്ല കളി കളിക്കുന്നുണ്ട്. ചെറുതാവായിരിക്കും. കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാധനമാണ്. നേരത്തേനെക്കാട്ടി കുറച്ച് വലുതാണ്. അടുത്ത കാസ്റ്റ് ചെയ്യാം. ഇന്നലെ എൻ്റെ വേറൊരു ഫ്രണ്ട് വേറൊരു ലേക്കിൽ പോയിട്ടുണ്ടായിരുന്നു. കാർപ്പ് എന്ന് പറയുന്ന മീനെ പിടിക്കുന്നു. നല്ല സൈസുണ്ട്. ഒരെണ്ണം ഒരു 1.5 കിലോ ഒക്കെ സൈസുള്ള സാധനം. ഞാനിന്നലെ ജോലി ഇരിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഫോട്ടോ അയച്ചു തന്നു. എനിക്ക് കുരു കൂട്ടിയിട്ട് ഒരു രക്ഷയില്ല. ജോലിയിലുമാണ്, നമുക്കൊന്നും ഇങ്ങോട്ട് പറ്റണമില്ല. ഞാൻ വെയിറ്റ് ചെയ്തു. അവിടെ അടിച്ചിട്ടുണ്ട്. അതും വലിയ കുഴപ്പമില്ലാത്തൊരു സാധനം. അതും വലിയ കുഴപ്പമില്ല. ചെറിയ പൊടി മഴയുണ്ട്. ഒരു കുഞ്ഞൻ വന്ന് വിട്ടിട്ടുണ്ട്. മത്തിയുടെ കൂട്ടില്ലേ, എങ്ങനെ നമുക്ക് വിടാം. വലുതായിട്ട് വരട്ടെ. ചെറുതാ. അത്യാവശ്യം വലിപ്പമുള്ള സാധനത്തെ പെടുത്താൻ മതി. മറ്റേ തണുപ്പ് സമയത്താണ് നമ്മൾ ഐസ് ഫിഷിംഗ് ഉണ്ടല്ലോ, ആ സമയത്ത് ഇവന്മാരെ എടുക്കും. നമ്മൾ മറ്റേ തടച്ചുകൊണ്ട് ഇടാൻ വേണ്ടിയിട്ട് ഈ ഷൂക്ക എന്ന് പറഞ്ഞ മീനെ പിടിക്കാൻ വേണ്ടി ഫ്ലാഗ് വെക്കും. ആ സമയത്ത് തീറ്റിക്ക് ഇവന്മാരെ കൊരുത്തിടും. അപ്പോൾ ഈ ഷൂക്ക എന്ന് പറഞ്ഞ മീന് പെട്ടെന്ന് തിന്നാൻ എളുപ്പമാണ്. ആശാമ ഒരൊറ്റ കടി അടിച്ചിട്ടങ്ങ് പോകും. അതൊക്കെ കാണിച്ചു തരാം. ഐസ് ഫിഷിംഗ് ഒക്കെ ഇതിലും പൊളിയാണ്. ഒരെണ്ണം അടിച്ചിട്ടുണ്ട്. എന്താ സ്ഥിതി എന്നറിയത്തില്ല. ഇപ്പം കണ്ടിട്ട്
അത്യാവശ്യം തോന്നുന്നു. നോക്കട്ടെ. ഇവൻ കുഴപ്പമില്ല കേട്ടോ. ഇവൻ സൈസ് ഒരു സാധനം. ഏത്ത ഹർഷ അതാ, ഇവൻ സൈസ് സാധനം കേട്ടോ. ഇവനൊരു മുതല. ഇവനൊരു 200-250 ഗ്രാം എന്തായാലും കാണും. അത്യാവശ്യം സൈസാണ്. തെന്നുന്നു, വഴുതിപ്പൂ. നൈസായിട്ട് ആദ്യം സാധനത്തെ എഴുതുക. കഴിഞ്ഞ കൊല്ലം സെറ്റാക്കി വെച്ചതാണ്. ഇപ്പം ഇതെല്ലാം ഒന്ന് മാറ്റണം. പുതിയ സാധനങ്ങൾ കയറ്റി വെക്കണം. ഞാൻ ഇന്നലെ എല്ലാ സാധനവും മേടിച്ചായിരുന്നു. ചൂണ്ടയുടെ നൂലും പുതിയ ചൂണ്ടക്കൊളുത്തും എൻ്റെ ഈ സാധനവും പൊങ്ങും ഒക്കെ ആയിട്ട് ഇതെല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇന്നലെ സമയം കിട്ടിയില്ല ജോലി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിന്. പിന്നെ കിടന്ന് ഉറങ്ങി. രാവിലെ എഴുന്നേറ്റ് ഇങ്ങോട്ടേക്ക് പോകുന്നു. ഇനിയിപ്പോൾ ഇന്ന് വല്ലതുമായിട്ട് വൈകുന്നേരം പോയിട്ട് വേണം ചെയ്യാൻ വേണ്ടി. ചായയോടെ പിടയ്ക്കാം. ബോട്ടിൻ്റെ മേളിലേക്ക് ക്യാമറ ഈ സാധനങ്ങളോട് വെച്ചേക്ക് തട്ടിത്തുറങ്ങി താഴെ വീഴായിരുന്നാൽ മതിയായിരുന്നു. വീണ്ടും ഒരെണ്ണം അടിച്ചിട്ടുണ്ട്, ചെറുതാ. നമുക്ക് തിരിച്ചു വിടാം. കണ്ണി കയറിയില്ല ഭാഗ്യം. അടുത്ത അടിച്ചിട്ടുണ്ട്, ചെറുതാന്ന് തോന്നുന്നു. ഇത് വലിയ കുഴപ്പമില്ല, തീരെ ചെറുതല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനം. കണക്കൊന്നുമില്ല, ചെറുതാണ്. വലിയ കുഴപ്പമില്ലാത്തൊരു സാധനം. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത. വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്നാലേ ഞാൻ പറഞ്ഞില്ലേ, ഊർജിതമായ രീതിയിൽ നമുക്കുള്ള മീൻപിടുത്തവും പരിപാടിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. കാസ്റ്റ് ചെയ്യാം. ഞാൻ നമ്മുടെ കൂട്ടത്തിലൊരു പുള്ളിക്കാരൻ ഫിഷ് ചെയ്യുന്നുണ്ട്. പുള്ളിയുടെ സ്ഥലത്തോട്ട് എടുത്തിട്ടത്. പുള്ളി അവിടെ നിന്ന് അങ്ങോട്ടേക്കാണ് കാസ്റ്റ് ചെയ്യുന്നത്. ഞാൻ ഈ ബാക്ക് ക്യാമറ ഇതാണല്ലോ കാണിച്ചല്ലേ. ഇവിടെ നിന്ന് ഒരു പുള്ളി കാസ്റ്റ് ചെയ്യുന്നുണ്ട്. പുള്ളിയുടെ പ്ലേസിലോട്ടാണ് ഞാൻ സാധനം ചാമ്പി വിട്ടത്. മാറ്റി കേട്ടെ. ഒരെണ്ണം അടിച്ചിട്ടുണ്ട്, ചെറുതാ. കുഴപ്പമില്ല, തിരിച്ചെത്തല്ല എന്നാൽ കുഴപ്പമില്ലാത്തൊരു സാധനം. ക്യാമറയുടെ അങ്ങോട്ടേക്ക് വീഡിയോ സിനിമാസ്. ഒരെണ്ണോട് അടിച്ചിട്ടുണ്ട്. Понятно. Инде тоже есть краб, да? ചെറുതാ, വിട്ടേക്കാം.
Я раньше жил, ну, рядом с Челябинском, называется город Копейск. Копейск, да, я-то слушал, да, Вот. അടിച്ചിട്ടുണ്ട്. ചെറുതാന്ന് തോന്നുന്നു. ചെറുതാ. ഇതൊരു കൂട്ടമായിട്ടാണ് വരുന്നത്. അതിനകത്തുനിന്ന് ചെറുത് വന്ന് കയറിപ്പോയിടും. Чтобы не брал, окон клевал. Ну, может быть, как спиннинг возьмет. അടിച്ചിട്ടുണ്ട്. ചെറുതാന്ന് തോന്നുന്നു. വലിയ കുഴപ്പമില്ല. തീരെ ചെറുതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറുതല്ല. കുഴപ്പമില്ല താനും. ഇപ്പം മുട്ടയിടുന്ന സീസണാണ്. അതുകൊണ്ട് ഇവന്മാരെല്ലാം ഈ കരയുടെ അടുത്തോട്ടേക്ക് വരും. ഈ മുട്ടയെല്ലാം ഇട്ടിട്ട് ഇവർ നേരെ തിരിച്ച് നല്ല ആഴത്തിലോട്ട് പോകും. അപ്പം നമുക്ക് ഈ പറഞ്ഞതിലോട്ട് വള്ളത്തിൽ പോയിട്ട് മീൻ പിടിക്കണം. ഒരെണ്ണം ഇവിടെ കയറിയിട്ടുണ്ട് കൈ. ചെറുതാ. പിന്നെ കുഴപ്പമില്ല. ഈ പിടിക്കുന്ന മീനൊക്കെ ഉണ്ടല്ലോ ഉണക്കുമേ, ഉണക്കമീനാക്കും. ഞാൻ നേരത്തെ തണുപ്പുള്ള സീസണിലുണ്ടല്ലോ ഐസ് ഫിഷിങ് നടത്തിയിട്ട് മീനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഉണക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനതൊക്കെ കാണിക്കാം നിങ്ങളെ പിന്നീട്. ഒരെണ്ണോട് അടിച്ചിട്ടുണ്ട് മീൻ. അവസ്ഥ എന്നുള്ള കാര്യത്തിന് സ്ഥലം ഒന്ന് മാറി. നമ്മുടെ ഇവിടുത്തെ ചൂണ്ടയിട്ടുന്ന പുള്ളിക്കാരൻ പോയി. പുള്ളിക്കാരൻ്റെ പ്ലേസിലോട്ട് ചെയ്യാൻ പോയി. ഞാൻ എന്ന സ്ഥലം എന്ന് പറയുന്നത് ഇത് കുഴപ്പമില്ല. അത്യാവശ്യം നല്ലൊരു സാധനമാണ്. ക്യാമറ തട്ടി വെള്ളത്തിൽ പോയിരുന്നാൽ വലിയ കുഴപ്പമില്ല. Ой, здорово вообще, здравствуйте. Нормально? Нормально, говорю. Да, конечно. Ой. Я смотрю, никого нету. Здесь был со мной один человек. Он пошел. ഇത് ജാജ അലക്സാന്ദ്രോവിച്ച്. നമ്മുടെ എൻ്റെ ഉച്ചിച്ചിലിനിക്കാണ് റിബാച്ച്. ഞാൻ പുള്ളിയുടെ സ്റ്റുഡൻറ്റ്. ഉച്ചിച്ചിലിൻ എന്ന് പറഞ്ഞാൽ പഠിപ്പിച്ച എൻ്റെ സാറാണ്. മീൻ പിടിപ്പിക്കാൻ പഠിപ്പിച്ചത്. ഞാൻ ഈ സൈഡിൽ നിന്ന് നൈസായിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇവിടെ എൻ്റെ കൂടെ നിന്ന് ഇട്ടുകൊണ്ടിരുന്ന പുള്ളിക്കാരൻ പോയപ്പോഴത്തേക്കിന് ഞാൻ നേരെ ഇങ്ങോട്ടേക്ക് മാറി. പുള്ളിക്ക് ഞാനിപ്പോൾ സ്ഥലം കൊടുത്തു. ഞാൻ നൈസായിട്ടുള്ള സ്ഥലത്ത് വന്ന് അവിടെ നിൽക്കാനൊരു വഴിയില്ല. ഈ ബോട്ടുണ്ടല്ലോ, ഇത് കടന്ന് അപ്പുറത്ത് പോകണം. അത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. സീനാണ്. ഞാൻ എൻ്റെ മുകളിൽ കൂടെ കയറിയാണ് പോയത്. ഈ ജാജ അലക്സാന്ദ്രോവിച്ച് എന്ന് പറയുന്ന പുള്ളി ലെജൻഡായിട്ടുള്ള പുള്ളിക്കാരൻ, മീൻ പിടുത്തക്കാരനാണ്. എന്നെ മീൻ പിടിക്കാനൊക്കെ പഠിപ്പിച്ച പുള്ളിക്കാരനാണ്. നമ്മുടെ നാട്ടിൽ ഇടുന്ന പോലത്തെ പരിപാടിയല്ലേ, ഇവിടെ വേറെയല്ലേ. എല്ലാ സെറ്റപ്പ് സാധനവും ഉണ്ട് പുള്ളിയുടെ കയ്യിൽ. എൻ്റെ കയ്യിലും ഇപ്പോൾ ഞാനെല്ലാം മേടിച്ച് എല്ലാ സാധനങ്ങളും എൻ്റെ കയ്യിലും ഉണ്ട്, അത്യാവശ്യമുള്ളതൊക്കെ. ഒരെണ്ണോട് അടിച്ചിട്ടുണ്ട് കേസ്. പോയോ? ഇല്ല. ആദ്യമായിട്ടുണ്ട് മീൻപിടുത്തവും വീഡിയോ എടുക്കലും എല്ലാം ഇവിടെ സെറ്റാകുന്നില്ല. നോക്കട്ടെ, അടുത്ത പ്രാവശ്യം വേറൊരു സാധനം പിടയ്ക്കണം. കാസ്റ്റ് ചെയ്യാം. കുഴപ്പമില്ല, നല്ല ക്ലൈമറ്റാണ് ഇന്നിപ്പോൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ലാത്ത ക്ലൈമറ്റ്. മഴയുണ്ട്, ചെറിയ പൊടിയ മഴ, ചാറ്റൽ മഴ. ഒരു പ്രശ്നമുള്ള കാര്യമേ അല്ല. അലക്സാന്ദ്രോവിച്ച് വന്നത് എൻ്റെ ഒന്ന് പടച്ച്. ആദ്യമേ ഒരെണ്ണത്തെ അന്നിട്ടതേ ഉള്ളൂ.
എൻ്റെ അങ്ങ് അവിടെയാണ് കിടക്കുന്നത്. അറിയണം പോകുന്നുണ്ട്. എൻ്റെ കയ്യിൽ കുത്ത് വന്നിട്ടുണ്ട്. ഒരെണ്ണം അടിച്ചിട്ടുണ്ട്. ചെറുതാണ്, എന്താ ചെയ്യുന്നുള്ളത് നോക്കട്ടെ. ആ, കുഴപ്പമില്ല. അത്യാവശ്യം ഭേദമില്ലാത്ത സാധനം. വലിയ കുഴപ്പമില്ല. ഇനി എൻ്റെ ഈ അവതരണത്തിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വ്യത്യാസമോ കാര്യങ്ങളൊക്കെ വരുത്തണമെങ്കിൽ നിങ്ങൾ കാര്യങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കണേ. കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിയുമ്പോഴത്തേനും അത് വായിച്ചിട്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാം. ഞാൻ ആദ്യം തുടക്കക്കാരനാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ടേക്ക് കമൻറ്റിലും കാര്യങ്ങളിലൊക്കെ വന്നാലേ ഉള്ളൂ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകത്തുള്ളൂ. അടുത്തൊരെണ്ണം അടിച്ചിട്ടുണ്ട്. അതും വലിയ കുഴപ്പമില്ലാത്ത. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, ഇപ്പോൾ ഈ മുട്ടയിടാൻ വരുന്നതുകൊണ്ട് ഇവന്മാരെല്ലാം അടുത്തോട്ട് വരും, മീനെല്ലാം. എന്നിട്ട് ഈ കരയ്ക്ക് വന്നിട്ട് മുട്ടയിട്ട് തിരിച്ചു പോകും. അപ്പോൾ ഈ ഒരു സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസൊക്കെ മെൽറ്റായിട്ട് വരുന്നൊരു ടൈം ആയതുകൊണ്ട് അപ്പം മീൻ എല്ലാം നമ്മുടെ അടുത്തേക്ക് വരും. മെൽറ്റായിട്ട് വരുന്ന വെച്ചാൽ വെള്ളം വലുതല്ലാകത്തില്ലേ, അങ്ങനെ ആകുന്ന അവസ്ഥയാകുമ്പോഴത്തേക്കിന് കുറച്ചുകൂടി മീൻ അടുത്തോട്ട് വന്ന് ഈ മുട്ടയെല്ലാം ഇട്ടിട്ട് പിന്നെ ചൂടായി കഴിയുമ്പോഴത്തേനും നല്ല ആഴത്തിലോട്ട് വരും. അപ്പോൾ നമ്മൾ വള്ളത്തിൽ പോയിട്ട് മീൻ പിടിക്കും. അടുത്ത് തുറന്നിട്ട് അടിച്ചിട്ടുണ്ട്. അവസ്ഥ നടക്കട്ടെ, നോക്കട്ടെ. ചെറുതാകാതെ വരുന്നാൽ മതി. അതും വലിയ കുഴപ്പമില്ലാത്ത സാധനം. അതും വലിയ കുഴപ്പമില്ല. ശരിക്കുമുള്ള റഷ്യ എന്താണെന്നും റഷ്യയിലെ ജീവിതവും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയും. നമ്മുടെ ഫിഷിങ് പിന്നെ കുറച്ച് കൃഷി കാര്യങ്ങൾ അതൊക്കെയാണ് നമ്മുടെ മെയിനായിട്ടുള്ള പരിപാടി. അല്ലാതെ ഇൻഫർമേഷൻ വീഡിയോസ് കാര്യങ്ങൾ എന്തെങ്കിലും ഇൻഫർമേഷൻ ആർക്കെങ്കിലും അറിയണമെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ നമ്പറുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ നമ്പറുണ്ട്. അതിൽ നിന്ന് എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ്. അടിച്ചിട്ടുണ്ട്. ചെറുതാണെന്ന് തോന്നുന്നു. ഇല്ല, കുഴപ്പമില്ലാത്ത സാധനം. അടിച്ചിട്ടുണ്ട്. നല്ല ചെറിയൊരു പിടുത്തം പിടിക്കുന്നുണ്ട്. വലിയ കുഴപ്പമില്ലാത്ത സാധനം. പുലിയാ, പുലിയാണ്. Смотри. Вот такие бы, да? Да такие надо. Это называется пирожные. Пирожные. Да, меня такой еще, тоже есть. Еще крупненький. ഇതുണ്ട്. ഇത് അത്യാവശ്യം നല്ല സൈസുള്ള സാധനം. ഇതിന് മുന്നേ പിടിച്ച ഒരു സാധനമുണ്ട്, അത്യാവശ്യം ഹെവി ആയിട്ടുള്ളതാണ്. ഇവൻ സാധനം. ഇങ്ങനത്തെ ഒരു 10 എണ്ണത്തെ കിട്ടണം. മീൻപിടുത്തമാണ്, നമുക്കൊന്നും പ്രതീക്ഷ വരാം. ചില സമയത്ത് നല്ല മീൻ കിട്ടും, ചില സമയത്ത് മീൻ കിട്ടത്തില്ല. നമുക്കിതൊക്കെ ഒരു ഹോബിയാണ്. ഇപ്പോഴത്തെ എൻ്റെ ഹോബി ഇതൊക്കെയാണ്. അടുത്ത ഓർമ്മ അടിച്ചിട്ടുണ്ട്. വലിയ കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ലാത്തൊരു സാധനമാണ്. തീരെ ചെറുതുമല്ല തീരെ വലുതുമല്ലാത്തൊരു ഇടത്തരം സാധനം. അടുത്ത ഓർമ്മ അടിച്ചിട്ടുണ്ട്. എന്താ അവസ്ഥ എന്നുള്ള കാര്യം പക്ഷെ നല്ല പിടുത്തം പിടിക്കുന്നുണ്ട്. നോക്കട്ടെ. നേരത്തെ പിടിച്ചതുപോലെ തന്നെ ഒരു സാധനം. കുഴപ്പമില്ല, അത്യാവശ്യം തമിഴ് ഭേദം തൊമ്മൻ. വലിയ കുഴപ്പമില്ലാത്തൊരു സാധനം. Чебак? Да.
എൻ്റെ ഈ പുള്ളി ജാജ വ്ളാദിമിർസിൻ്റെ ഫ്രണ്ടാണ്. കിട്ടുമെന്ന് അറിയത്തില്ല. ഈ പുള്ളി ലെജൻഡ് മീൻ പിടുത്തക്കാരനാണ്, പുള്ളിയുടെ ഫ്രണ്ടാണ്. പുള്ളിനെ കണ്ടിട്ട് വന്നതാണ് എന്താ അവസ്ഥ എന്താണെന്നുള്ളതിൻ്റെ കാര്യം അറിയാനായിട്ട്. അടിച്ചിട്ടുണ്ട് കൈ, എന്താ അവസ്ഥ എന്നുള്ള കാര്യം എടുത്തിട്ട് നോക്കട്ടെ. ചെറുതാണോ? ഓ ചെറുതാ, ചെറിയ സാധനമാണ്. ഇതാണ് നമ്മുടെ ഘോഷ എന്ന് പറയുന്ന അരയൻ. ഘോഷ дядя Александрович, позвольте ему. Идет он? Гоша, иди плыви, иди, Геркулес поест. Гоша. Гоша. പുള്ളി വിളിച്ചു കഴിയുമ്പോഴത്തേന് സംഭവം അടുത്ത് വരും. പുള്ളി അടുത്ത് പുള്ളിന് ബ്രെഡും കാര്യങ്ങളൊക്കെ കൊടുക്കും. Мне же кидать надо, давай, иди. А потом на лодке ухожу. Вот, прям вот. Вот, ഇവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ട്, അവരുടെ അടുത്തോട്ട് വരുന്നതാണ്. он любит тебя там, женщины сразу, да. എൻ്റെ അടുത്തോട്ട് ഇരുന്നുണ്ടോ. ഇതിൽ നടക്കാൻ വരുന്ന ആൾക്കാർക്ക് അതിന് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കിടുകയൊക്കെ ചെയ്യും. നമുക്ക് ഇനി ചൂണ്ട മുന്നോട്ടേക്ക് ഇടാം, കാസ്റ്റ് ചെയ്ത് തുടങ്ങാം. അത് അടിച്ചിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത സാധനം. ഇതിനിടയ്ക്ക് എൻ്റെ ചൂണ്ടയൊന്ന് പൊട്ടി. ഇത് അത്യാവശ്യം സൈസുള്ളൊരു സാധനം കേട്ടോ. അത് മാറ്റി പുതിയ സാധനം ഇട്ടു. ഇതുണ്ട് ഓറഞ്ച് കളർ പുതിയ സാധനം. മറ്റൊരു പച്ചയും മറ്റേ ഇതുമായിട്ടുള്ളായിരുന്നു. നിങ്ങൾ ഇതിന് മുമ്പ് വീഡിയോ കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്കിനും മനസ്സിലാവും. അവിടെ കിടപ്പോട്ട് പൊട്ടിയിട്ട് അവിടെ മറ്റേ നമ്മുടെ ഈ വെള്ളത്തിലുണ്ടാകുന്ന ചെടികളുണ്ടല്ലോ, ആ ചെടിക്കകത്ത് മാറ്റാൻ പെട്ടുപോയി. കുഴപ്പമില്ലാത്തൊരു ഇതൊക്കെ കിട്ടുന്നുണ്ട്. ഇതിനിടയ്ക്കെല്ലാം ചെറിയ മീൻ അടിക്കുന്നുണ്ട്, അതിനെല്ലാം തിരിച്ചു വിടുക. കുഞ്ഞതാ, വളരട്ടെ. ഒന്നും വലിയ കുഴപ്പമില്ലാത്ത സാധനം. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നോ, ഇന്നലെ ഞാൻ ജോലിയിലായിരുന്നപ്പോഴത്തേക്കിന് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടുണ്ട് ഫിഷ് ചെയ്യുന്നതിൻ്റെ ഫോട്ടോസൊക്കെ അയച്ചു തന്നെന്ന്. അത് ഈ പുള്ളിയാണ്, മിഖായൽ എന്ന പുള്ളിയുടെ പേര്. അപ്പോൾ പുള്ളി ഫിഷിങ് കഴിഞ്ഞിട്ട് ഞാൻ ലേക്കിലുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുക്കലോട്ട് വന്ന് അതിൽ നിന്ന് 2 മീനെ തന്നു. ഈ കാർപ്പെന്ന് പറയുന്നതും പിന്നെ വേറൊരു മീനൂടെ. ഇത്രയും മീനെയാണ് പിടിച്ചത്. ഇതിനകത്ത് നമ്മളൊരു കൂട്ടുകാരൻ്റെ 2 മീനെ തന്നിട്ടുണ്ട്, എൻ്റെ കൂടെ മീൻ ചൂണ്ടയിടുന്ന. അതും പിന്നെ ഒരു റത്തൻ എന്ന് പറഞ്ഞൊരു മീനുണ്ട്. അത് അവൻ കുറേ പുള്ളി പിടിച്ചിട്ട് അവർ വേണ്ട, ഇതിലൂടെ നമ്മൾ തന്നെ വൃത്തിയാക്കണ്ട്. ഞാൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. അതൊരെണ്ണം ഞാൻ ഈ റത്തനും മറ്റേതും കറാപ്പി ഞാൻ കഴിച്ചിട്ടുണ്ട്, ഈ റത്തൻ ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ അതും ഓരോന്നോരോന്നും എടുത്ത് ഇനി ഇത് ക്ലീൻ ചെയ്യണം. ഇതെല്ലാം കൂടെ ക്ലീൻ ചെയ്യുന്നതാണ് മൊത്തം പരിപാടി. ഇതിൻ്റെ വയറ് കട്ട് ചെയ്തിട്ട് വയറിനകത്തുനിന്ന് കുടലും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് മൊത്തം നമ്മൾ മാറ്റി വെക്കും. എന്നിട്ട് ഈ സാധനം വയറെല്ലാം കഴുകി നമ്മൾ വൃത്തിയാക്കിയിട്ട് ഉപ്പിട്ടിട്ട് നമ്മളത് ഉണക്കമീനാക്കി എടുക്കും. അതിൻ്റെ പ്രോസസ്സൊക്കെ ഞാൻ കാണിച്ചു തരാം. മുന്നോട്ടുള്ള വീഡിയോയിലെല്ലാം സംഭവമുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മീൻ പിടുത്തവും പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അത്യാവശ്യം നല്ല രീതിയിൽ മീനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് കാണിച്ചു തരാം. ഒരു 3-4 കിലോയ്ക്ക് മേലെയെങ്കിലും ഉണ്ട് മീൻ. ഇത്രയും സാധനമുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിനി എൻ്റെ വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇനി മുന്നോട്ടുള്ള വീഡിയോ കാര്യങ്ങൾ ഫിഷിങ്ങിൻ്റെയും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ വീഡിയോസ് കാര്യങ്ങൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.